ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് 90s കിഡ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ബാർ അല്ലേ. അപ്പോൾ നമ്മളിന്ന് അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അടിപൊളി മാംഗോ ബാർ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പച്ചമാങ്ങയുടെ പാതി എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയെല്ലാം ചീകി കളഞ്ഞതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. വെള്ളം നന്നായി വറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 സ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ശകലം ഉപ്പും ഒരു ശകലം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, എരിവിനനുസരിച്ച് നോക്കി ശകലം മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലൂടെ അത് നന്നായിട്ടൊന്ന് ഈ ഒരു തിക്നെസ്സിൽ വരുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് രാത്രിയായിരുന്നു ചെയ്തത്. അപ്പോൾ രാത്രി ഫുള്ള് ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സെറ്റായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ രാവിലെ വെയിലത്ത് വെച്ച് ഉണക്കാനെടുത്തു. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിന് ഈ ഒരു രീതിയിൽ ഞാൻ കീറിയെടുത്തു. വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടമാങ്ങയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത റെസിപ്പിയിലേക്കാണ് പോകുന്നത്. എനിക്ക് ത്രോട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ഡള്ളായിരിക്കുന്നത്. അപ്പോൾ ഇത് കോളിഫ്ലവർ ആണ്. അപ്പോൾ കോളിഫ്ലവർ പക്കാവട കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മഞ്ഞയും ഉപ്പും കൂടി ഇട്ട് കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലവറും അതിലേക്ക് മൈദയും മുളക് പൊടി, മസാലപ്പൊടി, ശകലം ആവശ്യത്തിന് ഉപ്പും ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാനൊരു ബാറ്റർ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം വളരെ കുറച്ച് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെ ലൂസാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിന് കുറച്ചായിട്ട് ഒഴിച്ച് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിൽ നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഞാൻ അല്പം മൈദാപ്പൊടി ഒന്ന് തൂവി നന്നായിട്ടൊന്നൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊരു കോട്ടിങ്ങിൽ വരാൻ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ആ മാവ് സെപ്പറേറ്റ് ആകാണ്ട് അത് നന്നായിട്ടൊന്ന് ആ കോട്ടിങ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒന്ന് തൂവി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം, നല്ല ചൂടെണ്ണയിലിട്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മളെടുക്കാം. നോക്കി നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയി കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു രീതിയിലൊന്ന് പൊരിച്ച് എടുക്കുവാണ്. നമുക്ക് കളർ ഇത്തിക്കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിക്കൂടെ നല്ല ബെറ്റർ കളറായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോസും കൂടി ആഡ് ചെയ്ത് ചായക്കൊപ്പം വളരെ സന്തുഷ്ടമായിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.